ഫ്ലൈറ്റ് 1.5 മണിക്കൂർ ഡിലേ ആണ്. ആഫ്രിക്കയെ കുറിച്ച് മക്കൾക്ക് എന്തെങ്കിലും പറയാൻ അറിയാമോ? ആഫ്രിക്കയെ കുറിച്ച് പറയാനാണെങ്കിൽ ഒരുപാടുണ്ടമ്മ. എന്നാ പറയേ. ഒരിക്കൽ അമ്മയെപ്പോലെ ആദ്യമായി വിമാനം കയറാൻ തിരുവനന്തപുരം എയർപോർട്ടിൽ ഞാനും വന്നതാ. ആഫ്രിക്കയിലേക്കല്ല, അമേരിക്കയിലേക്ക്. അച്ഛനും അമ്മയും അമ്മാവനും എല്ലാവരും ഉണ്ടായിരുന്നു യാത്ര അയക്കാൻ. മോളെ ഹേയ്, എന്താ അമ്മണി ഇത്? ആറ്റുനോട്ടുണ്ടായ മോൾ അമേരിക്കയിലോട്ട് പോകുമ്പോ എന്തിനാ നീ കരയുന്നത്? ശുഭമോൾ അമേരിക്കയിൽ ചെന്നാലുടൻ അച്ഛനും അമ്മയ്ക്കും ഓരോ വിസ എടുക്കണം. പിന്നൊരെണ്ണം ഈ വേലുപ്പിള്ള അമ്മാവനും ആയിക്കോട്ടെ. അത് ശരിയാ, അത് മറക്കണ്ട. മോള് ശരീരം നോക്കണം, സമയത്തിന് ഭക്ഷണം കഴിക്കണം. അതൊക്കെ അവള് നോക്കിക്കൊള്ളും. നീ പോയി ആ തള്ളുവണ്ടി എടുത്തോണ്ട് വാ ശ്രീധര. അവിടെ വെച്ച് നാട്ടുകാരനും വലിയ പൊങ്ങച്ചക്കാരനുമായ കർത്താവിനെ അച്ഛൻ കണ്ടു. പാവ അച്ഛൻ തന്റെ മകൾ അമേരിക്ക എന്ന സ്വർഗത്തിലേക്ക് പറക്കുന്നതോർത്ത് ഒരുപാട് സന്തോഷിച്ചു. അല്ല, മരുമോൻ US എവിടെയാ പണി? അമേരിക്കയിൽ വലിയൊരു കമ്പനിയിൽ എഞ്ചിനീയറാ. ലീവ് ഇല്ലാത്തത് കൊണ്ട് പെട്ടെന്നായിരുന്നു കല്യാണം. വേണ്ടപ്പെട്ട പലരെയും വിളിക്കാൻ പറ്റിയില്ല. അതിലൊന്നും വലിയ കാര്യമില്ല. വിളിച്ചാൽ തന്നെ വരാൻ എനിക്കെവിടെയാ സമയം? കല്യാണം കഴിഞ്ഞ് അന്ന് തന്നെ അവന് പോകേണ്ടി വന്നു. ആദ്യ രാത്രിക്ക് പോലും നിന്നില്ല. അവന് ഏതോ ഒരു കമ്പനിയിൽ പ്ലാന്റ് പൊട്ടിയത്ര. അവനെ അത് നന്നാക്കാൻ അറിയൂ. പൊട്ടിയ പ്ലാന്റ് അങ്ങ് ആഫ്രിക്കയില. അവനവിടെ പ്ലാന്റ് ശരിയാക്കിക്കൊണ്ടിരിക്കുക. മോൾ അവിടെ എത്തിയാലുടൻ രണ്ടാളും കൂടെ അമേരിക്കയിലേക്ക് അങ്ങ് പറക്കും. മോളെ ഹാപ്പി ജേർണി. ആഫ്രിക്കയിൽ എയർപോർട്ടിൽ എൻ്റെ ഭർത്താവ് US ടിക്കറ്റുമായി കാത്തു നിൽക്കുന്നു. അങ്ങനെ എൻ്റെ യാത്ര ആരംഭിച്ചു, ആഫ്രിക്ക വഴി അമേരിക്കയിലേക്ക്.